വി ഡി സതീശന്റെ ഒരു പ്രസ്താവന കേട്ടോ, വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യാന്ന്. ആദ്യം നമുക്ക് വീഡിയോ കാണാം. മോഡിഫിക്കേഷൻ നടത്തട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ. കാറുകൾക്കൊക്കെ ഇപ്പൊ മോഡിഫിക്കേഷൻ പറ്റും, യു സർക്കാർ വന്നു കഴിഞ്ഞാൽ പറ്റും എന്നുള്ള രീതിയിൽ ഒരു കാർഡ് കണ്ടിരുന്നു. ഞങ്ങളത് മാനിഫെസ്റ്റോയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. കാരണം അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. അപകടകരമായ രീതിയിൽ വെക്കുമ്പോൾ മാത്രമാണ് അതൊരു തെറ്റാകുന്നത്. അപകടകരമായ രീതിയിൽ വെക്കാൻ സമ്മതിക്കില്ല. അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ. അവരത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ. അത് കൊണ്ടു നടക്കട്ടെ, അതിനെന്താ തെറ്റ്? അപകടം വരുത്തി വെക്കുന്ന രീതിയിൽ മാത്രമേ സമ്മതിക്കാതിരിക്കുള്ളൂ, ബാക്കിയൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ പ്രളയ സമയത്തൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നത് എല്ലാത്തിനും അവരുടെ യൂസ് ചെയ്തതിനു ശേഷം അവര് ഭയങ്കര അവരെ ഭാഗത്തു നിന്നുള്ള നല്ല സപ്പോർട്ട് ആ പ്രളയ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വണ്ടിയായിട്ട് എല്ലായിടത്തും വന്നു. പിന്നീട് അവര് പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് അത് മാറി. അതുകൊണ്ടാണ് UDF അത് ഗൗരവമായി ആലോചിച്ച് അപകടം ഇല്ലാത്ത തരത്തിലുള്ള എല്ലാ മോഡിഫിക്കേഷനും സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കൊണ്ടു നടക്കുന്നതല്ലേ, അത് കൊണ്ടു നടക്കട്ടെ, അതിനെന്താ തെറ്റ്? അപകടം വരുത്തി വെക്കുന്ന രീതിയിൽ മാത്രമേ സമ്മതിക്കാതിരിക്കുള്ളൂ, ബാക്കിയൊന്നും ഒരു വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യാന്ന്. അതും എന്നാ പറയുന്നത്, എല്ലാവർക്കും ഇഷ്ടമുള്ള രീതി വണ്ടി കൊണ്ടുവരണം. നമ്മളൊരു വണ്ടിയൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി നമ്മൾ എടുക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള രീതി നമ്മളത് കൊണ്ടു നടക്കുന്നു. അതിൻ്റെ അകത്ത് നിയമപരമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ നമ്മൾ കുറെ വിഷമത്തിലായ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് മോഡിഫൈ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടന്ന വണ്ടികളൊക്കെ അവസാനം ഓരോ പാർട്സ് ആയിട്ട് പൊളിക്കുകയും ഓരോ സാധനത്തിനൊക്കെ ഓരോ ഇനം തിരിച്ച് പിഴ വാങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന സർക്കാരിന്റെ ഒരു നീചമായ ഒരു നടപടിയാണ്. നീചമായ നടപടിയും തന്നെ പറയത്തുള്ളൂ. കാരണം യുവാക്കളൊക്കെ ആണെങ്കിലും പൊന്നു പോലെ കൊണ്ടു നടക്കുന്ന വണ്ടി, അല്ലെങ്കിൽ കാരണവന്മാര് ചിലപ്പോൾ പ്രായമായവർ വരെ വണ്ടിയെ ചെറിയ മോഡിഫിക്കേഷനും കാര്യമൊക്കെ വരുത്തി കൊണ്ടു നടക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം അത് അവർക്ക് വണ്ടിയോടുള്ള സ്നേഹമാണ്. ഒരു വണ്ടി, ഒരു കാർ, ഉദാഹരണത്തിന് ഒരു കാർ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ഹോം ആയിട്ട് തന്നെയാണ് ആൾക്കാർ കാണുന്നത്. അപ്പൊ നമ്മുടെ ഒരു വീടായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ അത് അത്രയും നന്നായിട്ട് അതിനെ കൊണ്ടു നടക്കണ്ടേ. നിങ്ങൾക്കറിയാം, ഈ പ്രളയ സമയത്തും അല്ലെങ്കിൽ ദുരിതം അനുഭവിച്ച പല സമയങ്ങളിലും കളത്തിലിറങ്ങിയ വണ്ടികൾ ഏതാ? മോഡിഫൈ ചെയ്ത വണ്ടികൾ തന്നെയാണ്. എത്രയോ ജീപ്പുകൾ, അതായത് വെള്ളം നിറഞ്ഞു കിടന്ന സ്ഥലങ്ങളിൽ കൂടെ ജീപ്പുകളൊക്കെ അത്യാവശ്യം ലിഫ്റ്റ് ചെയ്ത് പൊക്കിയിട്ടുള്ള, അതായത് നല്ല എന്താ പറയുക, വണ്ടി നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് പൊക്കിയിട്ടുള്ള വണ്ടികൾ ഇറങ്ങി ആളുകളെയും കയറ്റിക്കൊണ്ട് വരുന്ന എത്രയോ നല്ല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് നിസ്സഹായരായി നിന്ന പോലീസുകാർ വരെ ആ വണ്ടിയുടെ സഹായം അല്ലെങ്കിൽ ആ വണ്ടി ഓണേഴ്സിന്റെ സഹായം നേടിയിട്ടുണ്ട്. പ്രളയബാധിതരുടെ അടുത്തേക്കൊക്കെ എന്നാ പറയുന്നത്, എത്രയോ വണ്ടികൾ നിരയായിട്ട് മോഡിഫൈ ചെയ്ത വണ്ടികളാണേ. അന്ന് ഈ വണ്ടികളൊക്കെ മാസമായിട്ട് ഇറങ്ങി ഓരോരുത്തരെയും എത്രയോ പേരെ രക്ഷിച്ചു. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെയും കുറെ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി മോഡിഫിക്കേഷൻ അമിതമായി കഴിഞ്ഞാൽ, അതായത് മറ്റുള്ളവർക്ക് ഭയങ്കര ഉപദ്രവമുള്ള രീതി വന്നു കഴിഞ്ഞാൽ അതിന് പണിയാന്നുള്ള കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത് വേണേൽ കേസെടുക്കാം, അല്ലെങ്കിൽ അതിന് എന്തു വേണേലും ചെയ്യാം, നിയമ നടപടി എടുക്കാം. പക്ഷെ ഇതിനകത്ത് കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ വേണമെന്നേ. ഇപ്പം ഞാനൊരു ഒരാളുടെ ഒരു സംസാരം കേട്ടായിരുന്നു. ഈ LDF സർക്കാർ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ടായി, വണ്ടിയിലെ മൊത്തം മോഡിഫിക്കേഷനും കാര്യങ്ങളും, അതായത് ആഭരണങ്ങളെല്ലാം ഊരിക്കളയുന്ന ഒരവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തേലും കാതയിലും ഒക്കെ ഉള്ള ആഭരണങ്ങൾ ഊരിയിട്ട് ചുമ്മാ നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സാധനം കൊണ്ടുപോകുന്ന ഒരു സെറ്റപ്പിലേക്ക് വന്നപ്പോൾ, അതായത് മന്ത്രി KB ഗണേഷ് കുമാർ തിരികെ കയറി കഴിഞ്ഞപ്പം എല്ലാവരും ആശ്വസിച്ചു. അദ്ദേഹം ഒരു വണ്ടി ഭ്രാന്തൻ കൂടിയാണ്. കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷം കുറെ കാര്യങ്ങൾ എന്നാ പറയുന്നത്, അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പൊ VD സതീശന്റെ ഈ ഒരു പ്രഖ്യാപനം ഒരുപാട് യുവാക്കളെ എന്താ പറയുക ഉണർത്തിയിട്ടുണ്ട്. ഈ ഒറ്റ പ്രഖ്യാപനം കൊണ്ട് തന്നെ ഒരുപാട് യൂത്തന്മാരുടെ വോട്ട് ആ സൈഡിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഞാനത് പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് ശരിയായിട്ട് തോന്നിയ ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയോ നല്ലൊരു നിലപാടാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം UDF മുന്നോട്ടേക്ക് യുവാക്കളെ കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ നമ്മുടെ യുവാക്കളെല്ലാം ഇവിടെ വിട്ടിട്ട് വിദേശത്തേക്ക് പോകുന്നതിന്റെ ഒരു കാര്യം തന്നെ നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും അതുപോലെ തന്നെ പഴഞ്ചൻ പരിഷ്കരണങ്ങളും കണ്ട് മടുത്തിട്ട് തന്നെയാണ് നമ്മുടെ നാട് വിട്ട് പുറത്തേക്കൊക്കെ പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പുകൾ എടുക്കാന്ന് പറഞ്ഞാൽ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനം ഇൻ കേസ് UDFും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ, VD സതീശ നേതാവേ, നിങ്ങൾ പറയുന്നത് നിങ്ങളെ ഉണ്ടല്ലോ എല്ലാവരും പൊക്കിയെടുക്കും. നല്ല രീതി യൂത്തന്മാര് പൊക്കിയെടുക്കും. അതാണ് അതിനകത്ത് ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം, ഈ നിലപാട് പക്കയായിരിക്കണം. അതായത് പറഞ്ഞ കാര്യത്തിനോട് 100% നീതി പുലർത്തണം. കാരണം അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേർക്ക് എന്താ പറയുക, വണ്ടി ഓടിക്കാൻ അതൊരു ഇൻസ്പിറേഷനും. ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം പറയാം. ഒരു ചേട്ടൻ പറഞ്ഞിരുന്നു. ചേട്ടൻ പറഞ്ഞ കാര്യം മാത്രമല്ല, ഈ പറയുന്ന തലമുറ
ഈ ലഹരിയുടെയും മറ്റിന്റെയും ഒക്കെ പുറകെ പോകുന്ന സമയത്ത് ഈ പറയുന്ന വണ്ടി അത്യാവശ്യം മോഡിഫൈ ചെയ്യുകയും കാര്യങ്ങളൊക്കെ പോകും. വരുമ്പോഴത്തേക്ക് ആ വണ്ടിയോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അവർക്ക് വേറെ ചിന്തകളൊക്കെ മാറും. വണ്ടി നന്നായിട്ട് കൊണ്ടു നടക്കണം, വണ്ടിയായിട്ട് എവിടെയെങ്കിലും റൈഡ് പോകണം, മാത്രമല്ല ഓട്ടോ ഷോ അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി ഒരു സാഹചര്യം വരും. അപ്പം വണ്ടി എന്ന് പറയുന്ന സാധനം എപ്പോഴും നല്ലതാണ്. പിന്നെ അപകടകരമായ രീതിയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പണിയാവും എന്നുള്ള പുള്ളിക്കാരൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരും അപകടകരമായ രീതിയിലുള്ള കുറച്ച് സ്റ്റിക്കറിങ്ങും അത്യാവശ്യം ഒന്ന് പെയിന്റ് ഒക്കെ ഒന്ന് മാറ്റി ഇച്ചിരി ഗ്രാഫിക്സ് വർക്കും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മതി. അത് വണ്ടി കാണുമ്പം 10 പേര് നോക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണ്, പുതിയതായിട്ടൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടിയും കൊണ്ട് നിരത്തിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി 10 പേര് കാണട്ടെ എന്ന് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം ഒരാളുടെ സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുക്കുക. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ പഴയ വണ്ടിയാണ്, പക്ഷെ അതിലൊരു ശകലം സ്റ്റിക്കറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ വണ്ടി ഭയങ്കര ലുക്കാവും, ഭയങ്കര ആകർഷണമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വണ്ടി നിരത്തിൽ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരൊന്ന് നോക്കും. ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, വണ്ടിക്കകത്തിരിക്കുന്ന ആൾക്കും ഒരു പ്രൗഡാവും, ഒരു സന്തോഷം കിട്ടും. കാരണം പുതിയൊരു വണ്ടി എടുക്കാൻ പറ്റിയില്ല, പഴയ വണ്ടിയാണെങ്കിലും കൊള്ളാം, 10 പേര് നോക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന മോഡിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക, ഓരോ വണ്ടി ഭ്രാന്തന്മാരെയും എന്താ പറയുക ഒന്നുകൂടെ എനർജൈസ് ചെയ്യത്തുള്ളൂ. കാരണം അവർക്കൊരു എനർജിയാണ് ഒരു വണ്ടിയും കൊണ്ട് ഒരു ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ വണ്ടിയും കൊണ്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അതിനു വേണ്ടിയിട്ടുള്ള സ്പോട്ടുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ടുണ്ട്. വലിയ കളിക്കുന്നത് ഞാൻ പറഞ്ഞ് കേട്ടിട്ടാണോ അറിയത്തില്ല. എന്തായാലും അഡ്വഞ്ചറസ് ജേർണീസ് ഒക്കെ നടത്താൻ, ട്രക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്താനുള്ള സ്പോട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത്യാവശ്യം മോഡിഫൈ ഒക്കെ ചെയ്ത വണ്ടികൾ വേണം അതിനിറക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിയമപരമായ രീതിയിൽ കുറച്ച് അഴിച്ചുപണികളൊക്കെ നടത്തി ഈ പറയുന്ന വണ്ടിക്ക് വേണ്ട മോഡിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം എന്താ പറയുന്നത് നല്ലതാന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ ലക്ഷക്കണക്കിന് യുവാക്കൾ ഈ ഒരു ഒറ്റ കാര്യത്തിൽ അവര് ഭയങ്കരമായിട്ട് ഇതാ പറയുന്നത് ബൂസ്റ്റ് ആവും, ഗൂസ് ബംസ് ആവും, അല്ലെങ്കിൽ അഡ്രിനാലിൻ റഷ് വന്ന പോലെ ആവും. കാരണം വേറൊന്നുമല്ല, വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് പേര് ഇപ്പോഴും ചില ആൾക്കാർ നിയമം ലംഘിച്ചു പോകാറുണ്ട്. ലംഘിച്ചു പോകുന്ന എന്തിനാ? വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളത്. കാരണം അവര് വണ്ടിയെ സ്നേഹിക്കുന്നുണ്ട്, വണ്ടിയെ സ്നേഹിക്കുമ്പോൾ വണ്ടിയെ കുറച്ച് മോഡിഫിക്കേഷനും കളറും കാര്യങ്ങളും ഒക്കെ കയറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് വേറൊന്നും നോക്കാത്തതിന്റെ ഒരു കാര്യം തന്നെ ഇതാണ്. അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട വണ്ടി അവർക്ക് അത് ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടു നടക്കണം. അപ്പൊ നിയമം ലംഘിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പൊ നമ്മുടെ വി.ഡി. സതീശൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്ന നിലപാട് ആ പറയുന്ന ആൾക്കാർക്കും എന്താ പറയുക ആരെയും പേടിക്കാതെ വണ്ടി കൊണ്ടു നടക്കാൻ പറ്റും. നിയമത്തെ ലംഘിക്കാതെ നിയമത്തിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളും ഒക്കെ വെച്ച് പോവുകയാണെങ്കിൽ അത് എല്ലാവർക്കും സന്തോഷം വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ യൂത്തന്മാരെല്ലാം, അത്യാവശ്യം യുവാക്കളെല്ലാം ഇങ്ങനെയുള്ള പുതിയ ആശയങ്ങളല്ല, പഴയ കാര്യങ്ങൾ, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറെ നാളായിട്ട് ഇല്ലാതിരുന്ന കാര്യം വീണ്ടും കൊണ്ടുവരുമ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും. അത് കൊണ്ടുവന്ന ആൾക്കാരോട് പ്രത്യേക ഒരു സ്നേഹവും പരിഗണനയും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഈ ഒരു നീക്കം അടിപൊളിയാണ്, നന്നായിട്ടുണ്ട് വി.ഡി. സതീശന്റെ ഈ ഒരു കാര്യം. ഇങ്ങനെ ഓരോ പുതിയ ആശയങ്ങൾ യുവത്വത്തിനെ വേണ്ടിയിട്ട്, യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നാട്ടിലോട്ട് നമ്മുടെ യുവാക്കൾ പോയവരെല്ലാം തിരിച്ചു പറന്നു വരും. മാത്രമല്ല കൊണ്ടുവരേണ്ട മറ്റു കാര്യങ്ങൾ, നല്ല ജോലിയും, അത് മാത്രമല്ല ജോലിയുണ്ട് പക്ഷെ ശമ്പളം എന്ന് പറയുന്ന സാധനം ഭയങ്കര കുറവാണ്. അതിനെപ്പറ്റി ഒരു വീഡിയോ വേറെ ചെയ്യണം. പക്ഷെ എന്തായാലും മാന്യമായിട്ടുള്ളൊരു ശമ്പളം നമ്മുടെ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ പോയവരെല്ലാം തിരിച്ചു വരുന്നേ. നമ്മുടെ നിയമങ്ങളൊക്കെ അത്യാവശ്യം സപ്പോർട്ടീവും കൂടെ ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ വരും. അല്ലെങ്കിൽ ഇവിടുത്തെ യുവാക്കളെല്ലാം കൂടെ വിട്ടുപോയിട്ട് ലാസ്റ്റ് ഇവിടെ എന്താ പറയുന്നത് കുറെ ഭ്രാന്തന്മാര് വരെയുണ്ട്, വയസ്സന്മാരുടെ നാടായി പോകും. ഈ നാട് നല്ല രീതിയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ യുവാക്കൾ വേണം. അപ്പൊ യുവാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ നിയമങ്ങളും കാര്യങ്ങളും ഗവൺമെന്റ് കൊണ്ടുവരികയാണെങ്കിൽ അത് നല്ലതായിരിക്കും നമ്മുടെ ഈ നാടിന്. അത് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും വി.ഡി. സതീശൻ പറഞ്ഞ ഈ ഒരു നിലപാടിനോട് ഞാൻ യോജിക്കുന്ന പോലെ തന്നെ 100 അല്ല 1000 അല്ല 10,000 ലക്ഷക്കണക്കിന് യുവാക്കൾ യോജിക്കുന്നതായിട്ടാണ് എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്.